أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുഅ്മിനൂൻ്റെ അഥവാ സത്യവിശ്വാസികൾ എന്ന അധ്യായത്തിലെ 12 മുതൽ 16 കൂടി ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. വലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സുലാലത്തിൻ, സത്തയിൽ നിന്ന്, മിൻ തീൻ, കളിമണ്ണിൻ്റെ. തീർച്ചയായും നാം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു, പിന്നീട് നാം അവനെ ആക്കി, നുത്ഫത്തൻ, ഒരു ബീജം, പിന്നീട് നാം അവനെ ഒരു ബീജകണമാക്കി, ഫീ ഖറാറിൻ മക്കീൻ, ഒരു ഭദ്രമായ സ്ഥലത്ത് നാം അതിനെ നിക്ഷേപിച്ചു. ഒരു ഭദ്രമായ സ്ഥലത്ത് ബീജാവസ്ഥയിൽ നാം അതിനെ നിക്ഷേപിച്ചു. സുമ്മ, പിന്നെ ഖലഖനൻ നുത്ഫത അലഖതൻ, ആ ബീജത്തെ നാം ഭ്രൂണമാക്കി രൂപപ്പെടുത്തി. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ, പിന്നീട് നാം ആ ബീജത്തെ ഭ്രൂണമായി മാറ്റി. ഫഖലഖനൽ അലഖത മുദ്ഗതൻ, പിന്നീട് നാം ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി മാറ്റി. ഫഖലഖനൽ അലഖത മുദ്ഗതൻ, പിന്നീട് നാം ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി മാറ്റി. ഫഖലഖനൽ മുദ്ഗത ഇളാമൻ, തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമാക്കി മാറ്റി. ഫഖലഖനൽ മുദ്ഗത ഇളാമൻ, പിന്നീട് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമാക്കി മാറ്റി. ഫകസൗനൽ ഇളാമ ലഹ്മൻ, പിന്നീട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു, പിന്നീട് നാം അവനെ വളർത്തിയെടുത്തു. ഖൽഖൻ ആഖറ, മറ്റൊരു സൃഷ്ടിയായിട്ട്. പിന്നീട് നാം അവനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു അഥവാ ഉണ്ടാക്കി. ഫതബാറകല്ലാഹ്, അല്ലാഹു അനുഗ്രഹ പൂർണ്ണനായിരിക്കുന്നു. തബാറക, അല്ലാഹു അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ. അപ്പോൾ അല്ലാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അനുഗ്രഹ പൂർണ്ണനായി തീർന്നിരിക്കുന്നു. സുമ്മ, പിന്നീട് ഇന്നക്കും തീർച്ചയായും നിങ്ങൾ
ബഅദ അതിനുശേഷം ലമയ്യിത്തുൻ മരിച്ചു പോകും. പിന്നീട് നിങ്ങളെല്ലാവരും അതിനുശേഷം മരിക്കുന്നവരായിരിക്കും. സുമ്മ ഇന്നക്കും പിന്നീട് നിങ്ങൾ യൗമൽ ഖിയാമത്തി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ തുബ്അസൂൻ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിയുടെ മറ്റൊരു ഘട്ടമാണ് പറയുന്നത്. 9 ഘട്ടങ്ങളായിട്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായി ഈ സൂറത്തിൽ വ്യക്തമാക്കുന്നത്. ആദ്യം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മഹാനായ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. ആദമിൻ്റെ ശരീരഭാഗത്തിൽ നിന്ന് തന്നെ ഹവ്വായിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയുണ്ടായി. തുടർന്ന് ബീജാവസ്ഥയിൽ ആ ബീജത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ്. അവിടെ നിന്ന് 3-ാമത്തെ ഘട്ടത്തിൽ ആ ബീജകണം സ്ത്രീയുടെ അണ്ഡവുമായി ചേരുന്നു. അങ്ങനെ സിക്താണ്ഡം രൂപപ്പെടുന്നു. ആ സിക്താണ്ഡം ഭ്രൂണമായി മാറുന്നു. പിന്നീട് അസ്ഥികളായി മാറുന്നു. ഈ അസ്ഥികൾ മാംസം കൊണ്ട് പൊതിയുന്നു. 6-ാമത്തെ ഘട്ടമാകുമ്പോഴേക്കും അസ്ഥികൂടത്തിൻ്റെ വസ്ത്രം പോലെ ആയിത്തീരുന്നു മാംസം, അഥവാ മാംസം കൊണ്ട് അതിനെ പൊതിയുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മറ്റൊരു സൃഷ്ടിയാക്കുകയാണ്. അതായത് വ്യക്തമായ മനുഷ്യ സൃഷ്ടിയാക്കുകയാണ്. ഇതുവരെ ആത്മാവില്ലാത്ത അവസ്ഥയിലായിരുന്നത് അവനെ അല്ലാഹു ജീവനുള്ളതാക്കി, അഥവാ ആത്മാവിനെ അതിൽ സന്നിവേശിപ്പിക്കുന്നു. പിന്നീട് കാഴ്ചയും കേൾവിയും സംസാരശേഷിയും മനുഷ്യന് നൽകുന്നു. മനുഷ്യൻ ശരീരവും ആത്മാവുമുള്ള ഒരു രൂപമായി മാറുകയും ചെയ്യുന്നു. മനുഷ്യൻ ആത്മാവാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ ആത്മാവല്ല, ശരീരം ഇല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ തത്വചിന്തകരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ നിരാകരിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി മനുഷ്യൻ്റെ ഈ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറയുകയുണ്ടായി, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു അനുഗ്രഹപൂർണനാണ്. ഏറ്റവും നല്ല സൃഷ്ടിപ്പിൻ്റെ മാതൃകയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനാണ് എന്ന് ഇത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ഇത് ഇപ്രകാരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവതരിപ്പിച്ച് തന്നത്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന വാക്യവും കൂടി ഇതിൻ്റെ കൂടെയുണ്ട് എന്ന് ഉമർ ഖത്താബിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി. ഉമർ ഖത്താബ് ഇതല്ലാത്ത മറ്റ് 3 കാര്യങ്ങളും കൂടി ഖുർആനിൽ വരുന്നത് ആ സമയത്ത് തന്നെ പറഞ്ഞതായി ചരിത്രത്തിൽ വന്നിട്ടുമുണ്ട്. ഇവിടെ മനുഷ്യനെ നമ്മൾ വിലയിരുത്തുക, ആത്മാവുള്ള, ശരീരമുള്ള, ജീവനുള്ള, കേൾവിയുള്ള, കാഴ്ചയുള്ള ഈ ഒരു രൂപത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിൻ്റെ മുമ്പ് ഹല്ലത്താലിൽ ഇൻസാനി ഹീനും മിന ദഹ്രി ലം യകുൻ ശൈഅം മദ്കൂറ, പേര് പറയാൻ കൂടി പറ്റാത്ത ഒരവസ്ഥയിൽ മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് മനുഷ്യന് വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് മനുഷ്യൻ വന്ന് കേൾവിയും കാഴ്ചയും ഒക്കെയുള്ള ഗ്രഹിക്കാൻ കഴിവുള്ള മനുഷ്യനായി അള്ളാഹു മാറി, മനുഷ്യനെ അള്ളാഹു മാറ്റി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. അവസാനം
അതിനുശേഷം എല്ലാ മനുഷ്യരും മരിച്ചു പോകും എന്നും തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഖിയാമത്ത് നാളിൽ അഥവാ ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസത്തിൽ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.